ഇന്ന് വൈകുന്നേരം വിചാരിച്ചു ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാൻ പോവാന്ന്. ഇപ്പം നമ്മൾ അങ്ങനെ ഒന്ന് നടക്കാൻ പോയതാണ്. സാധാരണ കൺമണിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാറുണ്ട് നടക്കാൻ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടന്നു പോകാൻ. ഒരു കുഴപ്പമില്ല, എത്ര നേരം വേണമെങ്കിലും ആളിങ്ങനെ കാഴ്ചയും കണ്ട് നടന്നോളും. അപ്പോൾ ആളെ കൂട്ടി ഇപ്പം ഇങ്ങനെ പോയി റെയിൽവേ ട്രാക്കിൻ്റെ അങ്ങോട്ട് പോയി. കാരണം പണി നടക്കണ കാരണം ട്രെയിനൊക്കെ വളരെ പതുക്കെ പോണത്, അതുകൊണ്ട് ട്രെയിൻ കാണുകയും ചെയ്യാം. അങ്ങനെ അപ്പോൾ വിചാരിച്ചു ട്രെയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഈ സമയത്ത് അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കസിൻ്റെ ഒരു വീട് കയറുന്നുണ്ട്, അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് അങ്ങനെ കുറച്ച് പോയി. ശരിക്കും ഞങ്ങൾ വേറൊരു കുളത്തിൽ കൂടി പോകണമെന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ പോയപ്പോൾ ഇത്രയ്ക്കൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഈ കുളത്തിനെ കുറിച്ച്. പക്ഷെ കണ്ടപ്പോഴാ സൂപ്പർ കുളം, അടിപൊളി നീല കളർ, നല്ല നീല കളറ്, അടിപൊളി. കണ്ടപ്പോൾ ഒന്ന് ചാടാൻ തോന്നി, പക്ഷെ കൊച്ചുള്ള കാരണം അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ പിന്നെ നനയുമല്ലോ, അപ്പോൾ ആളെടുത്ത് പോകാൻ പറ്റില്ല. ഇത് നമ്മളിനി വീഡിയോ ഇട്ടിട്ടേ റീൽസിൽ ഫേമസ് ആയിട്ടാണ് അത്ര ഇവിടെ ഫുള്ള്. നല്ല അടിപൊളി തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ, ഭയങ്കര നീല കളർ. ഈ കാണുന്നേക്കാൾ അടിപൊളിയാണ് നേരിട്ട് കാണാൻ വേണ്ടിട്ട്. ചാടാൻ പോവാണ്. ഓക്കെ അടിപൊളി. കളർ കിട്ടുന്നില്ലേ? എന്ത് രസാ. ഇവര് ചാടണുണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ചാടാൻ. പക്ഷേ ഈ കുട്ടികളുകൊണ്ട് നമുക്ക് നനഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ പിടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ചാടാതിരുന്നത്. നല്ല സൂപ്പർ വെള്ളമായിരുന്നു, അടിപൊളി വെള്ളം. ഇവർ പിന്നെ ഭയങ്കര എക്സ്പേർട്ടാണല്ലോ നീന്താനും ചാടാനൊക്കെ. ദൂരക്ക് ചാടണേ. ചാടിക്ക എന്ത് ഇങ്ങനെ ചാടണേ. ചാടിയോ പഠിക്കണോ? അടുത്തതായി പൊന്നൂസിന്റെ ബെൽറ്റ് അടിക്കൽ. അടിക്കലോ? ഇത് കണ്ടതൊന്നും ഒഴുക്കൊന്നും ഇല്ലാത്ത കുളമാണ്, പക്ഷെ നല്ല ഒഴുക്കാണ് കേട്ടോ, നന്നായിട്ട് ഒഴുകുന്നുണ്ട്. ഈ വെള്ളം ഒഴുകിയിട്ട് പാടത്തേക്കാണ് പോണത്. പാടത്ത് ഇതേപോലെ തന്നെ വേറൊരു കുളമുണ്ട്, അതും ഇതുപോലെ നീല കളറുള്ള കുളം, അത്യാവശ്യം വലിയൊരു കുളം തന്നെയാണത്. നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. കാർത്തിക് ചാടുമ്പോ കുളത്തിലേക്ക് ചാടില്ല. അതുകൊണ്ട് അവിടെ മതി. ചാട് പറ. ഞാൻ ചടത്തെ എന്തൊരു കൂതും അവിടെ. ഇതിപ്പോ പണ്ട് ബിജുമാന പറഞ്ഞ പോലെ കുളിയും കഴിഞ്ഞ് പല്ലപ്പം കഴിഞ്ഞു, അതുപോലെ ഇപ്പൊ കുളി കഴിഞ്ഞ് തലക്കെ തുറത്തി വീട്ടിക്ക് പോകുന്നൊക്കെ. ഇവിടെ ഇങ്ങനെ മഴക്കാലത്താണ് കേട്ടോ അത്രയും നന്നായിട്ട് വെള്ളം ഉണ്ടാവുക, അല്ലെങ്കിൽ അത്ര വെള്ളം ഉണ്ടാവില്ല തോന്നുന്നു.
അപ്പം നമ്മൾ ഇവിടെ ഒരു മരം കണ്ടു പറങ്കിമാവിൻ്റെ. അപ്പം അത് നല്ല ചെരിഞ്ഞ് നിൽക്കണോണ്ട് കയറാമെന്നാണ് വിചാരിച്ചത് പുള്ളിക്കാരത്തി. അപ്പോൾ കയറാൻ പോയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കണില്ല. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നയനയുടെ കുളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. സൂപ്പറല്ലേ, അടിപൊളിയായില്ലേ, സെറ്റായി. ഞങ്ങള് കുളിച്ചു വന്നു. ഞാൻ വിളിച്ചു ഗൈസ്, സീനാണ്. ഭ്രാന്തെടുത്ത് നടക്കുകയാണ്. ഫോണിൽ സ്റ്റൈലായിട്ട് ഈ വീഡിയോ എടുക്കായിരുന്നു. അപ്പം ഞാൻ ഫോൺ വാങ്ങിച്ചു. അർണോൾഡ് പ്രസ് മറ്റേ അങ്ങനെ ഇഷ്ടമായി തോന്നുന്നു. സ്വത്തും കൊറേ നടന്നു. കൺമണിക്കുട്ടി ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കൺമണിക്കുട്ടി ട്രെയിൻ കണ്ടു, കുളം കണ്ടു, അവരൊക്കെ നീന്തണത് കണ്ടു. അതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നോക്കുമായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു. അപ്പം നിങ്ങളുടെ വീട്ടിലിങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ ഇങ്ങനെ വൈകിട്ട് നടക്കാൻ പോവുക. നിങ്ങളും പോവാട്ടോ, കാരണം നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഞങ്ങളിതാ വീടെത്തിയിരിക്കുന്നു. നവീസ് ഹിയർ. നവി ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ കിടക്കട്ടെ. ബൈ. കൺമണി ബായ് പറയൂ. കൺമണി ബായ് പറയൂ. കൺമണി ബായ് ഇല്ല, കൺമണി ഇവിടെ എന്തൊക്കെയാ നോക്കുക. ശരി, ബൈ.